2025 7ാം ക്ലാസ് അറബിക് ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 6 ചോദ്യങ്ങളാണുള്ളത്. 6 ഉത്തരം എഴുതണം. ചില ചോദ്യങ്ങളിൽ എ ബി എന്നീ ഓപ്ഷനുകൾ കാണാം. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 1. നഖ്റ ഉൽ ഫിക്രത്ത വനുജീബ്. പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതാം. മുനീറുൻ ദാരിസുൻ ഫിസാബി. മുനീർ 7ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയാണ്. ഹുവ അരീഫുൽ മദ്രസ. അവൻ സ്കൂൾ ലീഡറാണ്. യോമൻ ഒരു ദിവസം ഖാലലി അസ്തിഖാഹി. അവൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ലീ ഫിക്ര, ഐ ഹാവ് എൻ ഐഡിയ. മാ റഅയ്കും ഫി തൻലീഫിൽ ജദ്വലി ഫി ഖരീബിൽ മദ്രസത്തി. സ്കൂളിൻ്റെ അടുത്തുള്ള കുളം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫി യോമി മീലാദി ഗാന്ധി ജയന്തി ദിനത്തിൽ, അതായത് ഒക്ടോബർ 2 വാഫക്കു ജമിയാൻ. അവരെല്ലാവരും സമ്മതിച്ചു. ഷാറക്ക മഅഹും. അവരോടൊപ്പം ചേർന്നു ബഅ്ദു ശബാബി മിനൽ ഖറിയ. ഗ്രാമത്തിലെ ചില യുവാക്കളും. വനല്ലഫു അൽ ജദ്വല. അങ്ങനെ അവർ കുളം വൃത്തിയാക്കി. മിനൻ നുഫായാത്തി. മാലിന്യങ്ങളിൽ നിന്നും. വഖാലു. അവർ പറഞ്ഞു, ലൻ നുലവ്വിസൽ ബിഅത. നമ്മൾ പരിസ്ഥിതിയെ മലിനമാക്കുകയില്ല. നഹ്നു നഹ്മി മവാരിദൽ മിയാഹി. നമ്മൾ ജലസ്രോതസ്സുകൾ നമ്മൾ സംരക്ഷിക്കും. നഹ്നു നുഹാഫിദു അല ത്വബിഅ. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കും എന്നവർ പറഞ്ഞു. ഫി ഐ യോമിൻ നഹ്തഫിലു ബി മീലാദി ഗാന്ധി. ഏത് ദിവസമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്? 2 ഒക്ടോബർ അല്ലേ? അതാണ് ശരി ഉത്തരം. നസ്ലു ബൈനൽ അമോദൈനി. ഇത് ചേർമടി ചേർക്കണം. ഇതിങ്ങനെയാണ് ചേർക്കേണ്ടത്. ഹുവ അരീഫുൽ മദ്രസത്തി. അവൻ സ്കൂൾ ലീഡറാണ്. നഹ്നു നഹ്മി മവാരിദൽ മിയാഹി. നമ്മൾ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കും. ഹും വാഫഖു ജമിയാൻ. അവരെല്ലാവരും യോജിച്ചു. ലൻ നുലവ്വിസൽ ബിഅത. നമ്മൾ പരിസ്ഥിതി മലിനമാക്കുകയില്ല. പിന്നെ നുഅദ്ദുൽ ലാഫിതാത്തി. നമുക്ക് പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. അനിൽ ബിഅതി. പരിസ്ഥിതിയെക്കുറിച്ച്. കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ. നഹ്നു നുഹാഫിദു അല ത്വബിഅ. നമ്മൾ പ്രകൃതി സംരക്ഷിക്കും. അതേപോലെ 2 ഇവിടെ എഴുതുക. ലൻ നുലവ്വിസ മവാരിദൽ മിയാഹി. നമ്മൾ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയില്ല. നുൽക്കി അന്നുഫായാത്തി ഫിസ്സല്ലാത്തി. മാലിന്യങ്ങൾ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റുകളിൽ അല്ലെങ്കിൽ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കും. അങ്ങനെ എഴുതുക. ഏതെങ്കിലും എഴുതിയാൽ മതി. നക്തുബു തഅലീഖൻ മുനാസിബൻ ലിസ്വറത്തി. ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ പാഠഭാഗത്തുള്ളതാണ് അല്ലേ? ഇതൊരു റോഡാണ് അല്ലെങ്കിൽ ഇതൊരു പുഴയാണെന്ന് തോന്നുന്നു അല്ലേ? പുഴയാണെങ്കിൽ അന്നഹ്റു മംലൂഉൻ ബിന്നുഫായാത്തി. പുഴ മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇനി റോഡാണെങ്കിൽ അശാരിഉ മംലൂഉൻ ബിന്നുഫായാത്തി. റോഡ് മാലിന്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എഴുതാം. നഖ്റഉ വനുജീബു. വായിക്കാം, എഴുതാം, ഉത്തരം എഴുതാം. ഹാവല അസ്തിഖാഉ മുനീർ അലാ തഹ്രിയഖിൻ നുഫായാത്തി. മുനീറിൻ്റെ കൂട്ടുകാർ മാലിന്യങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചു. വദഫ്നിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുഴിച്ചു മൂടാനും ശ്രമിച്ചു. ഫഖാല മുനീർ. അപ്പോൾ മുനീർ ലി അസ്തിഖാഇഹി. കൂട്ടുകാരോട് പറഞ്ഞു, തഹ്രിയഖു നുഫായാത്തിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയത്തി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിക്കൽ യളുറുന ജമിയാൻ. നമുക്കെല്ലാവർക്കും ദോഷം ചെയ്യും. വദഫ്നുഹ. അത് കുഴിച്ചു മൂടൽ യുഫ്സിദുൽ അർള. ഭൂമിക്ക് ദോഷം ചെയ്യും. സഅലു. അവർ ചോദിച്ചു, ഇദൻ മാദാ നഫ്അലു ബിഹ. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഫഖാല മുനീർ. അപ്പോൾ മുനീർ പറഞ്ഞു, നഫ്രിസുഹ അവ്വലൻ. ആദ്യം നമുക്കതിനെ വേർതിരിക്കാം. അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യത്തെയും മറ്റും വേർതിരിക്കുകയാണ്. നുക്മിൽ ബിസ് സ്വഹീഹ്. ശരിയായത് പൂരിപ്പിക്കണം. ശരിയായത് വാക്ക് വെച്ചുകൊണ്ട്. തഹ്രിയഖു നുഫായാത്തിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയത്തി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിക്കൽ ഡാഷ് ജമിയാൻ യളുറുന ജമിയാൻ. നമ്മളെല്ലാവരെയും ഉപദ്രവത്തിലാക്കും. യൻസുറുന എന്ന് പറഞ്ഞാൽ സഹായിക്കുമെന്നാണ്. അപ്പൊ യളുറുനയാണ് ശരി ഉത്തരം. വദഫ്നുഹ. അത് കുഴിച്ചു മൂടൽ യുഫ്സിദുൽ അർള. ഭൂമിയെ കുഴപ്പത്തിലാക്കും. ഓക്കെ. നുമയ്യിസു വനക്തുബ്. ഇതാണ് വേർതിരിക്കേണ്ടത്. കുറെ മാലിന്യങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ 3 ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 3 കോളം വരച്ചുകൊണ്ട് എഴുതിയാൽ മതി. ഒന്നാമത്തെ കോളത്തിൽ ഈ ആദ്യത്തെ ബാസ്ക്കറ്റിന്റെ മേലെയുള്ള പേര് എഴുതുക, നുഫായാത്തു മവാരിദിൽ പ്ലാസ്റ്റിക്കിയ എന്ന്. പിന്നെ 2ാമത്തെ കോളത്തിലോ നുഫായാത്തുൽ വറക്കിയ, പേപ്പർ മാലിന്യങ്ങൾ. ഒന്നാമത്തത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 3ാമത്തത് നുഫായാത്തുൽ ഇലക്ട്രോണിക് വേസ്റ്റുകൾ, ഈ വേസ്റ്റുകൾ അല്ലേ? ഇനി ഓരോന്നിലും ഇതിലുള്ള നുഫായത്ത് ഏതൊക്കെ ചേർക്കാമെന്ന് നോക്കാം. ഒന്നാമത്തേത് അത്തിൽഫാസുൽ ഹരിബു. കേടുവന്ന TV. അത് ഏതിൽ പെടും? അന്നുഫായത്തുൽ ഇലക്ട്രോണിയയിൽ പെടും. സുഹൂനുൻ വറക്കിയ. പേപ്പർ പ്ലേറ്റുകൾ. അതോ
അന്നുഫായത്തുൽ വറക്കിയ. ഒലബുൽ ഹലീബ് പാലിൻ്റെ പാക്കറ്റുകൾ, അത് നുഫായത്ത് മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ മാലിന്യങ്ങൾ. പിന്നെ അൽ ജവാലാത്തുൽ ഹരിബ കേടുവന്ന മൊബൈൽ ഫോണുകൾ, അത് അന്നുഫായത്തുൽ ഇലക്ട്രോണിയയിൽപ്പെടും. അൽ കാറൂറാത്തുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അത് നുഫായത്ത് മവാദിൽ പ്ലാസ്റ്റിക്കിയ. അൽ ദഫാത്തിറുൽ ഖദീമ പഴയ നോട്ട്ബുക്കുകൾ, അതോ നുഫായത്തുൽ വറക്കിയ. ഒക്കെ എളുപ്പമാണ്. നഖറഉ തസ്രീഹാത്ത് താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. വനഖ്താർ മജ്മുഅത്തുൽ ഇജാബത്തി സ്വഹീഹ എന്നിട്ട് ശരിയായ ഉത്തരത്തിന്റെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ശരിയായ കാര്യം, മോശമായ കാര്യമാണ്, 2 നല്ല കാര്യമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ഏതാണെന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 1, നർമി അന്നുഫായാത്തി ഇൽ നഹരി മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയൽ, അത് നല്ലതല്ല. 2, ലാ തുഹരിക്കു അന്നുഫായാത്തി വലാ തദ്ഫിനുഹ മാലിന്യങ്ങൾ നിങ്ങൾ കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യരുത്, അത് നല്ലതാണ്. 3, നദ്ഫിനുൽ മവാദൽ പ്ലാസ്റ്റിക്കിയത്ത് ഫിലാർലി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഭൂമിയിൽ കുഴിച്ചു മൂടും, അത് ശരിയല്ല. 4, ലാ തർമു അന്നുഫായാത്തി ഇലാ മവാരിദിൽ മിയാഹി മാലിന്യങ്ങൾ വെള്ള സ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയരുത്. അപ്പോൾ 1-ാമത്തേതും 3-ാമത്തേതും തെറ്റാണ്, 2-ാമത്തേതും 4-ാമത്തേതും ശരിയാണ് അല്ലേ? അപ്പോൾ 2ഉം 4ഉമാണ് ശരി. ഇതിൽ 2, 4 ശരി എന്ന് എഴുതിയിരിക്കുന്നത് ദാലാണ് അല്ലെ, അലിഫ് ബാ ജീം ദാൽ. 2 and 4 സ്വഹീഹ്, 2-ാമത്തെയും 4-ാമത്തെയും സ്വഹീഹാണ്, ശരിയാണ്. അതാണ് ശരി ഉത്തരം, അത് ടിക്ക് ചെയ്യുക. നുൻഷിദു വനുജീബ് നമുക്ക് പാട്ട് പാടി ഉത്തരം എഴുതാം. ഫറഹ മുനീറുൻ വഅസ്തിഖാഉഹു മിനത് തൻദീഫി മുനീറും കൂട്ടുകാരും വൃത്തിയാക്കി കഴിഞ്ഞു. ഫി സഅത്തിൽ ഖാമിസത്തി മസാൻ വൈകുന്നേരം 5 മണിക്ക്. ബഅദ തൻദീഫി വൃത്തിയാക്കലിന് ശേഷം ഇസ്തറാഹു അവർ വിശ്രമിച്ചു. തഹത്ത ഷജറത്തി ബിജാനിബിൽ ജദ്വലി കുളത്തിന്റെ അടുത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ. ഫ അൻഷദ രാജു നശീദത്തൻ അനിൽ ജദ്വലിൻ നദീഫ് വൃത്തിയുള്ള കുളത്തിനെ കുറിച്ച് രാജു ഒരു പാട്ട് പാടി. ഫി ഐ സാഅത്തിൻ ഫറഗു മിന തൻദീഫി ഏത് സമയത്താണ് അവർ വൃത്തിയാക്കൽ കഴിഞ്ഞത്? എപ്പോഴാണ് വൃത്തിയാക്കലിൽ നിന്ന് വിരമിച്ചത്? ഫറഗ മീൻസ് വിരമിച്ചു. ഫി സാഅത്തിൽ ഖാമിസത്തി 5 മണിക്ക് അല്ലേ, അതാണ് ശരി ഉത്തരം. 2, നുൻഷിദുൽ മൻലൂമ വനഖ്താർ സത്റൽ മുനാസിബ ലിത്തസ്രീഹാത്തി താലിയ താഴെയുള്ള കവിത വായിച്ച് നോക്കിയിട്ട് അതുമായിട്ട് യോജിക്കുന്ന വരികൾ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, ആദ്യം കവിത വായിച്ച് നോക്കാം. തആലൗ മഇ അയ്യുഹൽ അസ്തിഖാ നമ്മുടെ പാഠഭാഗത്തുള്ള കവിതയാണ്. കൂട്ടുകാരെ വരൂ. നശുദ്ദുൽ അയാദി സ്വബാഹ മസാ നമുക്ക് രാവിലെയും വൈകുന്നേരവും കൈകൾ കോർക്കാം. ലിനഹമിയ ബിഅത്തനൽ ആലിയത നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി. വനൻഫുദ അൻഹാ ഗുബാറൽ ബല അതിൽ നിന്ന് മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യാൻ വേണ്ടി. ദുഖാനുൽ മസാനി യുദിൽ അനാം ഫാക്ടറികളിലെ പുക മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്നു. യുസബ്ബിബു ശത്താ ളുറൂബ സഖാം വിവിധ രോഗങ്ങൾക്കത് കാരണമാകുന്നു. വസൈലുൻ നുഫായാത്തി ഫി കുല്ലി ആം എല്ലാ വർഷവുമുള്ള മാലിന്യങ്ങളുടെ ഒഴുക്ക് അധികരിക്കൽ. യുഹദ്ദിദു കൗകബന ബിൽഫന നമ്മുടെ ഭൂമിയെ നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു, വെല്ലുവിളിക്കുന്നു. എന്താണ് പറയാ, ഭീഷണിപ്പെടുത്തുന്നു. ഇലൽ ഹുബ്ബി ഹയ്യാ നശുദ്ദുർ റിഹാൽ വരും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. വബിൽ ഇസ്സി നർഫഉ താജൽ കമാൽ അങ്ങനെ പൂർണ്ണതയുടെ കിരീടം നമുക്ക് ഉയർത്താം. ഫതുർബത്തുനാ ഉരിഫത് ബിൽ ജമാൽ വഅദ്ബിൽ മിയാഹി വതീബിൽ ഹവാ നമ്മുടെ ഭൂമി നല്ല വെള്ളം കൊണ്ടും നല്ല മണ്ണ് കൊണ്ടും ഒക്കെ പ്രശസ്തമാണ്. ഇനി 1-ാമത്തെ സെന്റൻസ് തസ്രീഹാത്ത്. സൈലുൻ നുഫായാത്തി ഖത്തറുൻ അളീമുൻ ലിൽ അർളി മാലിന്യങ്ങളുടെ ഒഴുക്ക് ഭൂമിക്ക് വലിയൊരു അപകടമാണ്. അതുമായിട്ട് യോജിക്കുന്ന വരി ഏതാണ്? ഈ വസൈലുൻ നുഫായാത്തി ഫീ കുല്ലി ആമിൻ യുഹദ്ദിദു കൗകബന ബിൽ ഫന അല്ലെ, ആ വരി ഇവിടെ എഴുതുക. ഇനി 2, ദുഖാനുൽ മസാനി സബബുൽ ലിൽ അസ്കാമിൽ അതീത ഫാക്ടറികളിലെ പുക ധാരാളം രോഗങ്ങൾക്ക് കാരണമാണ് എന്ന് പറയുന്നത് ഏത് വരിയിലാണ്? ദുഖാനുൽ മസാനി യൂദില്ലനാം യുസബ്ബിബു ശത്താഉ റബസഖാം. ഓക്കെ, ഇനി നഖ്താർ സത്രം മുനാസിബിൽ ലിസ്സൂറത്തി ഈ ചിത്രത്തിന് അനുയോജ്യമായ വരി ഇതിൽ നിന്ന് കണ്ടെത്താം. 1-ാമത്തെ വരിയാണ് അല്ലേ, തആലൂ മഇ അയ്യുഹൽ അസ്തിഖാ നശുദ്ദുൽ അയാദി സ്വബാഹ മസാ. ഇനി നക്തുബു ഉൻവാനൻ മുനാസിബൻ ലിൽ മൻലൂം ഈ കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ടൈറ്റിൽ ഹെഡിങ് എഴുതാം. അത്തൊബിയത്തുന്നോ ഹിമായത്ത് തൊബിയത്ത് പ്രകൃതി സംരക്ഷണം അങ്ങനെ, അല്ലെങ്കിൽ ഹിമായത്തുൽ ബിയത്ത് പരിസ്ഥിതി സംരക്ഷണം, അങ്ങനെയുള്ള ടൈറ്റിലൊക്കെ കൊടുക്കാം.
നഖ്റഅ നജീബ് വായിക്കാം ഉത്തരം എഴുതാം. വഫിൽ മസായി വൈകുന്നേരം ദഹബ മുനീറുൻ വഅസ്തിഖാഉഹു മുനീറും കൂട്ടുകാരും പോയി ലി മുഷാഹദത്തി മിഹ്റജാനിൽ മഅരിദി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ എന്താണ് എക്സിബിഷൻ കാണാൻ വേണ്ടി. ഫി കായത്തി മക്തബത്തിൽ കറിയ ഗ്രാമത്തിലെ ലൈബ്രറിയിലെ ഹാളിൽ വെച്ച് നടക്കുന്ന എക്സിബിഷൻ കാണാൻ വേണ്ടി പോയി. ഷാഹദു ഹുനാക്ക അവരവിടെ കണ്ടു അക്ഷാക്കൻ മുഖ്തലിഫ വിവിധ സ്റ്റാളുകൾ. ഫസാറു കുഷ്കൻ അവർ ഇത് കുഷ്കി മീൻസ് സ്റ്റാള് സന്ദർശിച്ചു. എന്തിനുള്ള അല്ലി മാരിലി ഉംലാത്തിൽ ബിലാദിൽ മുഖ്തലിഫ വിവിധ രാജ്യങ്ങളുടെ ഒംലാത്ത് കറൻസികൾ നാണയങ്ങൾ പ്രദർശിപ്പിച്ച സ്റ്റാൾ അവർ സന്ദർശിച്ചു. കുഷ്കൻ യുഷജ്ജിഉ അലൽ അഅമാലി ദിറാസിയത്തിൽ ഉല്യ ഉന്നത പഠനത്തിനും വൽ അഅമാലിൽ മുഖ്തലിഫ വിവിധ ജോലികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റാളുണ്ട്, അതും അവർ സന്ദർശിച്ചു. ഔജിബു ബിദാലിക അത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി, ഇഷ്ടപ്പെട്ടവർക്ക് ആ സ്റ്റാള്. ഇനി ചോദ്യം, ഇല ഐന ദഹബ മുനീറും വാസ്തിക്കാഹു മുനീറും കൂട്ടുകാരും എങ്ങോട്ടേക്കാണ് പോയത്? ഉത്തരം അൽ മക്തബത്താണ് ശരി ഉത്തരം അല്ലേ, ലൈബ്രറിയിലേക്ക്. ഇഖ്തർ ജമ കലിമത്ത് കുഷ്ക് സ്റ്റാൾ അതിന്റെ ജമ കണ്ടെത്തുക. മിനൽ ഫിക്ര ഈ പാരഗ്രാഫിൽ നിന്നും. കുഷ്ക് ജമ അക്ഷാഖ് അല്ലെ. നസ്ലു ബൈനൽ ഉംലാത്തി വൽ ബിലാദി വനക്തുബു ജുമലൻ കമാ ഫിൽ മിസാൽ ഈ കറൻസികളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാം. എന്നിട്ടോ ഈ മിസാലിലുള്ളതുപോലെ എഴുതാം. മിസാൽ എന്താണുള്ളത്? ഉംലത്തു സീനി യുവാൻ ചൈനയുടെ കറൻസി യുവാനാണ്. അതേപോലെ ബാക്കിയുള്ളതും എഴുതാം. എന്തൊക്കെയാണുള്ളത്? ഖത്തറിന്റെ കറൻസി ഏതാണ്? റിയാൽ. അസീൻ യുവാൻ, അമേരിക്ക ഡോളർ, അൽ കുവൈത്ത് ദീനാർ, അൽ ഹിന്ദ് റൂബിയ. അപ്പോൾ എങ്ങനെ എഴുതാം? ഉംലത്തു സീനി യുവാൻ, ഉംലത്തു ഖത്തർ റിയാൽ, ഉംലത്തു അമേരിക്ക ഡോളർ, ഉംലത്തുൽ കുവൈത്ത് ദീനാർ. അങ്ങനെ എഴുതുക. നഖ്റഉ തസ്രീഹത്ത് താലിയ താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. വനഖ്താറു മജ്മൂഅത്തൽ ഇജാബത്തി സ്വഹീഹ ശരിയുത്തരം കണ്ടെത്താം. തസ്രീഹത്ത് നേരത്തെ വന്ന അതേപോലത്തെ ചോദ്യമാണ്. അന തൊബീബുൻ ഞാനൊരു ഡോക്ടറാണ്. അഫഹസൽ മർല ഞാൻ രോഗികളെ പരിശോധിക്കുന്നു. പിന്നെ അന മുദരിസത്തുൻ ഉഫ്സിദു തുല്ലാബ ഞാനൊരു അധ്യാപികയാണ്. ഞാൻ വിദ്യാർത്ഥികളെ മോശമാക്കുന്നു. അത് ശരിയല്ല. അന ഷുർത്തിയുൻ ഞാനൊരു പോലീസുകാരനാണ്. അൻസുറു സാരിഖ ഞാൻ കള്ളനെ സഹായിക്കുന്നു. അതും ശരിയല്ല. അന മുഹന്ദിസുൻ ഞാനൊരു എഞ്ചിനീയറാണ്. ഉസായിദുന്നാസ അലൽ ബിനായി ആളുകളെ നിർമ്മാണ പ്രവർത്തനത്തിന് ഞാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും നല്ല സെൻറ്റൻസുകളാണ്, അതാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ 1, 4 എന്ന് എഴുതിയത് ദാലാണ് അല്ലേ. 1ഉം 4ഉം സ്വഹീഹ്. അപ്പോൾ ദാലാണ് ശരി ഉത്തരം. നഖ്റഉ വനുക്മിലു നമുക്ക് വായിക്കാം, പൂരിപ്പിക്കാം. ഹസല മുനീറുൻ അല ഏലാനിൻ മുനീറിനൊരു ഏലാൻ ഒരു നോട്ടീസ് ലഭിച്ചു. ലി ദൗറത്തി കമ്പ്യൂട്ടർ മിനൽ മാരിൽ ആ എക്സിബിഷനിൽ നിന്നും ദൗറത്ത് കമ്പ്യൂട്ടർ മീൻസ് കമ്പ്യൂട്ടർ കോഴ്സിന് വേണ്ടിയുള്ള ഒരു ഏലാൻ ഒരു പരസ്യം ഒരു നോട്ടീസ് ലഭിച്ചു. വഹിയ ദൗറത്തുൻ തുദറസു അൽ കമ്പ്യൂട്ടർ അയ്യാമൽ ഉത്ലത്തി അവധി ദിനങ്ങളിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കപ്പെടുന്ന ഒരു ദൗറത്ത് ഒരു കോഴ്സാണത്. അസമ മുനീറുൻ അല ഇർസാലി സീറത്തിഹി ദാത്തിയത്തി മുനീർ തൻ്റെ ബയോഡാറ്റ അയക്കാൻ തീരുമാനിച്ചു. ലിദിറാസത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ആ കോഴ്സിന് ചേരാൻ മുനീർ തീരുമാനിച്ചു. അങ്ങനെ അസമ മുനീറുൻ അല ഇർസാലി സീറത്തിഹി ദാത്തിയത്തി മുനീർ ബയോഡാറ്റ അയക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടി? ലിദിറാസത്തി അൽ കമ്പ്യൂട്ടർ രണ്ടാമത്തതാണ് ശരി ഉത്തരം അല്ലേ, കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി. നുഅദ്ദു സീറത്ത് ദാത്തിയ നമുക്ക് സീറത്തു ദാത്തിയ ബയോഡാറ്റ തയ്യാറാക്കാം. അൽ ഇസ്മുൽ കാമിൽ ഫുൾ നെയിം മുനീറിൻ്റെ ബയോഡാറ്റ ആണ് തയ്യാറാക്കേണ്ടത്. മുനീറാണല്ലോ ബയോഡാറ്റ അയച്ചത്. മുനീർ എന്ന് എഴുതുക. അൽ ഇസ്മുൽ കാമിൽ. അൽ ഉൻവാൻ അഡ്രസ് എന്തെങ്കിലും അഡ്രസ്സ് എഴുതുക. വീട്ടുപേരും നാട്ടിൻ്റെ പേരും ജില്ലയുടെ പേരും കേരള എന്നൊക്കെ വെച്ചുകൊണ്ട് അഡ്രസ്സ് എഴുതാം. അൽ ഉംറു വ താരിഖുൽ മീലാദ് വയസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒരു വയസ്സ് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്തും എഴുതുക. ഇസ്മുൽ വാലിദ് നെയിം ഓഫ് ഫാദർ, ഇസ്മുൽ വാലിദ് നെയിം ഓഫ് മദർ. ഓക്കെ, നുതർജിമു ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ 2 വാക്കുകളും. റഖ്മു ജവാസി സഫർ പാസ്പോർട്ട് നമ്പർ. റഖ്മ് മീൻസ് നമ്പർ, ജവാസു സഫർ പാസ്പോർട്ട്. അൽ മുഅഹിലാത്ത് ക്വാളിഫിക്കേഷൻസ് യോഗ്യതകൾ. ഇനി അല്ലെങ്കിൽ ഇത് എഴുതുക. നഖ്റഉ തർജമത മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജീവചരിത്രം വായിക്കുക. വനുക്മിലു ബയാനാത്തിഹി ശഖ്സിയ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ പൂർത്തിയാക്കുകയും ചെയ്യുക. ഖദ്ദമ രാജു ബയാനൻ രാജു ഒരു വിവരണം സമർപ്പിച്ചു. അൻ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച്. ബിമുനാസബത്തിൽ യോമിൽ വത്തനി
ലി താലീം ദേശീയ വിദ്യാഭ്യാസ ദിനത്തോടനുബന്ധിച്ച്. അതെപ്പോഴാണ്? നവംബർ 11 അല്ലേ? ഫി താബൂരി സബാഹി ഫിൽ മദ്രസ സ്കൂളിലെ അസംബ്ലിയിലാണ് അവൻ അവതരിപ്പിച്ചത്. അവൻ പറയുകയാണ് മുഹീദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മാറൂഫ് ബിൽ അഖബി അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് എന്ന പേരിൽ പ്രശസ്തനായ മുഹീദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ ലികൗനിഹി ഖതീബൻ മാഹിറൻ, പ്രഗത്ഭനായ ഖതീബ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്, അബുൽ കലാം ആസാദ് എന്ന പേര് ലഭിച്ചത്. ഖതീബ് മീൻസ് പ്രസംഗകൻ. വുലിദ ബി മക്കത്തൽ മുക്കറമ, അദ്ദേഹം മക്കയിൽ ജനിച്ചു. എപ്പോൾ? ഫി 11 നവംബർ 11 1888. വാലിദുഹു ഖൈറുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഖൈറുദ്ദീനാണ്. വാലിദത്തുഹു അത്തുയ്യ, മാതാവ് അത്തുയ്യ ആണ്. സ്വാർ അബുൽ കലാം ആസാദ് മുഫക്കിറൻ ആലിമൻ, അബുൽ കലാം ആസാദ് ഒരു ചിന്തകനും പണ്ഡിതനുമായി തീർന്നു, മുഫക്കിർ ചിന്തകൻ. ഷാറക മഅസുഅമായി ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ നേതാക്കളുടെ കൂടെ ചേർന്നു. വ അസ്ബഹ ആസാദ് അവ്വല വസീരിൻ ലി തഅലീമി, അബുൽ കലാം ആസാദ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്നു. ഫി വിസാറത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ. അല്ലഫ അദീദ മിനൽ കുതുബി, അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മിസ്ല തർജുമാനുൽ ഖുർആൻ പോലെ, വൽ ഹിന്ദു തനാലുൽ ഹുരിയ പോലെ. തുവഫി, അദ്ദേഹം മരണപ്പെട്ടു ഡൽഹിയിൽ ഫെബ്രുവരിയിൽ 1958. നെഹ്തഫിൽ ബിയോമി മീലാദിഹി, അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു. എപ്പോൾ? നവംബർ 11 ബിയോമിൽ വത്തനിൽ താലീം, ദേശീയ വിദ്യാഭ്യാസ ദിനം ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഫി ഐ യോമിൻ നെഹ്തഫിൽ ബിയോമിൽ വത്തനിൽ താലീം, എപ്പോഴാണ്? നവംബർ 11. നുഅയ്ദുൽ ബയാനാത്തി ഷഖ്സിയ ലി മൗലാന അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദിൻ്റെ അൽ ബയാനാത്ത് ഷഖ്സിയ തയ്യാറാക്കുക. അൽ ഇസ്മുൽ കാമിൽ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? മുഹീദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ, അതവിടെ എഴുതുക. പിന്നെയോ മക്കാനുൽ വിലാദ, മക്കയാണ് അല്ലേ? മക്ക. താരിഖുൽ മീലാദ്, എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? ഇത് എഴുതുക. 11 നവംബർ സന 1888 എന്ന് എഴുതുക. ഓക്കെ. ഇനി ഇസ്മുൽ വാലിദ്, പിതാവിൻ്റെ പേര് ഖൈറുദ്ദീൻ എന്നാണ് അല്ലേ? അത് എഴുതുക. അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചനകൾ, ആ 2 രചനകളുടെ പേര് മാത്രം എഴുതുക, വ എന്നും മറ്റും എഴുതേണ്ടതില്ല. തർജുമാനുൽ ഖുർആൻ എന്ന് എഴുതുക, ഒരു കോമയിട്ട്. പിന്നെ അൽ ഹിന്ദു തനാലുൽ ഹുരിയ എന്നും എഴുതുക. താരിഖുൽ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട തീയതി ഫെബ്രുവരി 1958 മീലാദിയ, അങ്ങനെ എഴുതിയാൽ മതി. മൻഹുവ അവൽ വസീർ തർബിയത്ത് വ തഅലീം ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അബുൽ കലാം ആസാദ്. നുക്മിലുൽ മുഖാബല, ഇനി മുഖാബല ഇൻ്റർവ്യൂ നമുക്ക് പൂരിപ്പിക്കണം. ബഅദ ഉസ്ബുഇൻ, ഒരാഴ്ചയ്ക്ക് ശേഷം. ഹസല മുനീറുൻ അല റിസാലത്തിൻ മിൻ മർക്കസിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്നും മുനീറിനൊരു റിസാലത്ത്, ഒരു മെസ്സേജ് ലഭിച്ചു. ഇസ്തലംന, എന്താണ് മെസ്സേജ്? ഇസ്തലംന സീറത്തക ദാത്തിയത്ത, നിൻ്റെ ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടി. നെർജു മിൻകൽ ഹുലൂറ ഫി, എപ്പോൾ? നെർജു മിൻകൽ ഹുലൂറ, നീ എത്തിച്ചേരണം, ഹാജരാകണം. എപ്പോൾ? 2025 ഡിസംബർ 21 യോമുൽ അഹദ് ഫി സാഅത്തിൽ ആഷിർ, യോമുൽ അഹദ് മീൻസ് ഞായറാഴ്ച. ഫി സാഅത്തിൽ ആഷിറ, 10 മണിക്ക് സ്വബാഹൻ രാവിലെ. ലിൽ മുഖാബലത്തി, ഇൻ്റർവ്യൂവിന് വേണ്ടി. ഫിൽ മർക്കസ് സെൻറ്ററിൽ, ഞങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകുക, ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് എന്നാണ് മെസ്സേജ് വന്നത്. അങ്ങനെ നജീബ് ഉത്തരം എഴുതാം. ഫി ഐ യോമിൻ തൊലബ മിൻഹുൽ ഹുദൂർ അലിൽ മുഖാബലത്തി, ഏത് ദിവസമാണ് അവനോട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഹാജരാവാൻ ആവശ്യപ്പെട്ടത്? യോമൽ അഹദ്, ഞായറാഴ്ചയാണല്ലേ? ഓക്കെ. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇൻ്റർവ്യൂ നമുക്ക് പൂരിപ്പിക്കാം. മുനീർ, അസ്സലാമു അലൈക്കും. അൽ മുവല്ലഫ്, വഅലൈക്കും അസ്സലാം. തഫല്ലൽ വസ്തരി, വരൂ ഇരിക്കൂ. മുനീർ, ശുക്രൻ, താങ്ക് യു. ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് താങ്ക് യു പറയുന്നതാണല്ലേ. അൽ മുവല്ലഫ്, ഫി ഐ സൊഫിൻ അൻത, നീ ഏത് ക്ലാസ്സിലാണ്? മുനീർ എന്ത് പറയും? ഫി സൊഫി സാബി, 7ാം ക്ലാസ്സിൽ. കം ഉംറുക, നിൻ്റെ വയസ്സ് എത്രയാണ്? 12 സനത്തൻ, 12 വയസ്സ്, അല്ലെങ്കിൽ 12 വയസ്സ് എഴുതിക്കോളൂ. അൽ മുവല്ലഫ്, ഉദ്യോഗസ്ഥൻ. ഫി ഐ മജാലിൻ തുരീദു, ഏത് ഫീൽഡിലാണ് നീ ഉദ്ദേശിക്കുന്നത് ഇവിടെ ജോയിൻ ചെയ്യാൻ? ഫി ദിറാസത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി അല്ലേ? കമ്പ്യൂട്ടർ പഠനത്തിൻ്റെ മജാലിൽ, രംഗത്ത്. അൽ മുവല്ലഫ്, ഹസനൻ, ഓക്കെ. സനത്തസ്ലു ബിക ലാഹിക്കൻ, വി വിൽ കോൺടാക്ട് യു ലേറ്റർ, ഞങ്ങൾ നിന്നെ പിന്നീട് ബന്ധപ്പെടാം. മുനീർ, ശുക്രൻ, താങ്ക് യു. അങ്ങനെ പൂരിപ്പിക്കാം. അല്ലെങ്കിൽ നുക്മിലുൽ ഹിവാറ, ഈ ഹിവാർ പൂരിപ്പിക്കാം. ബഅദൽ മുഖാബലത്തി, ഈ ഇൻ്റർവ്യൂവിന് ശേഷം.
ദഹബ മുനീറുൻ ഇലാ ദുക്കാനിൽ അസീർ. മുനീർ ഒരു ജ്യൂസ് കടയിലേക്ക് പോയി. ഫലക്കിയ സ്വദിഖഹു ബാബു. അവിടെ വെച്ച് അവൻ്റെ കൂട്ടുകാരനെ ബാബുവിനെ കണ്ടുമുട്ടി. വജറ ഹിവാറുൻ. അവിടെ ഒരു ഹിവാർ നടന്നു. നുജിബ്. നമുക്ക് ഉത്തരം എഴുതാം. ബിമൻ ലക്കിയ മുനീർ. മുനീർ ആരെയാണ് കണ്ടുമുട്ടിയത്? രാജു, സാബു, ബാബു. ബാബുവിനാണ് അല്ലേ? ബാബു. നുക്മിലു അൽ ഹിവാറ. ഹിവാർ നമുക്ക് പൂരിപ്പിക്കാം. ബാബു അസ്സലാമു അലൈക്കും. മുനീർ വഅലൈക്കും അസ്സലാം. ബാബു കൈഫ വസൽത ഹുന. നീ ഇവിടെ എങ്ങനെ എത്തി? ബിൽ ഹാഫിലത്ത്. ബസ്സിൽ എന്ന് എഴുതാം. ബാബു ഫി ഐ മദ്രസത്തിൻ അൻത അല്ലാൻ. നീ ഇപ്പോൾ ഏത് സ്കൂളിലാണ്? ഉത്തരം ഫി മദ്രസത്തി GMUP. അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതുക. GMUP സ്കൂളിലാണ്. വ അൻത ഫി ഐ മദ്രസ. നീ ഏത് സ്കൂളിലാണ്? ഫി മദ്രസത്തി KVUP. ഞാൻ KVUPയിലാണ്. ലിമാദ ജിയത്ത ഹുന. നീ എന്തിനാണ് ഇവിടെ വന്നത്? മുനീർ ലിൽ മുക്കാബലത്തി ഫി മർക്കസി അൽ കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഇൻ്റർവ്യൂവിന് വന്നതാണ്. ബാബു കൈഫ കാനത്തിൽ മുക്കാബല. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? കാനത്ത് സഹലത്തൻ. എളുപ്പമായിരുന്നു. സഹല മീൻസ് ഈസി ആയിരുന്നു. ബാബു ഹൽ തുരീദു അൻ തുസാഹിബമായി ഇല ബൈത്തി. നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ലൈസൽ ആൻ അല്ലെങ്കിൽ ലാ ലാൻ. ഇപ്പോഴില്ല. സആത്തി ഫി മബാദു. ഞാൻ പിന്നീട് വരാം ഇൻഷാ അല്ലാ. ബാബു ശുക്രൻ. മുനീർ അഫൻ. ഇങ്ങനെ പൂരിപ്പിക്കാം.